Hello aspirants, welcome to Isham Academy. General Science GS paper 1 for UPSC preliminary exams ആണ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ സയൻസ് ഓഫ് ലൈഫ് എന്ന ഫസ്റ്റ് പോർഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. 4 ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ എൻറ്റിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ആർക്കെ, പ്രോകാരിയോട്ട്, യൂകാരിയോട്ട, വൈറസസ്, ഇതാണ് 4 ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ എൻറ്റിറ്റീസ്. ആർക്കെ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീംലി ഹോസ്റ്റൈൽ ഹാബിറ്റേറ്റ്സ്. ഹോസ്റ്റൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത് വോൾക്കാനിക് വെൻസ്, സലൈൻ പൂൾസ്, സലൈൻ മീൻസ് സോൾട്ടി ടേസ്റ്റ് ഉള്ളത്, ആൻഡ് ഹോട്ട് സ്പ്രിങ്സ്. ബാക്ടീരിയ പോലെ തന്നെ ആർക്കെയും ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഇത് രണ്ടും സിമിലർ വേയിലാണ് അപ്പിയർ ചെയ്യുന്നത്. ബട്ട് ബോത്ത് ആർ ബയോകെമിക്കലി ആൻഡ് ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. സംടൈംസ് ഇതിനെ ആർക്കെ ബാക്ടീരിയ എന്ന് റെഫർ ചെയ്യുന്നുണ്ട്. പ്രോകാരിയോട്ട എന്ന് പറയുന്നത് ദ ഓർഗാനിസം കൺസിസ്റ്റിംഗ് ഓഫ് പ്രോകാരിയോട്ടിക് ടൈപ്പ് ഓഫ് സെൽ. പ്രോകാരിയോട്ടിക് ടൈപ്പ് ഓഫ് സെൽ കൺസിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോകാരിയോട്ട എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക് സെൽസ് മീൻസ് വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അതിന് ക്ലോറോഫിൽ ലാക്ക് ആയിരിക്കും, ക്ലോറോഫിൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. സൈനോബാക്ടീരിയ എക്സെപ്ഷൻ കേസാണ്. ദേ ഹാവ് എ പ്രോകാരിയോട്ട് സെൽ ടൈപ്പ്. ഇറ്റ് ഈസ് ത്രൂ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റർ, ദാറ്റ് ഈസ് ത്രൂ ഫെർമെൻറ്റേഷൻ ആൻഡ് റെസ്പിറേഷൻ. ബാക്ടീരിയ ഡിറൈവ് എനർജി ടു സസ്റ്റെയിൻ ദംസെൽസ്. ഡിറൈവ് മീൻസ് ഗെറ്റിംഗ് എനർജി. സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയ എനർജി എടുക്കുന്നത്. They also help in maintenance of nitrogen in the atmosphere. അതിനാണ് റൈസോബിയം ആൻഡ് സൈനോബാക്ടീരിയ എന്ന് പറയുന്നത്. ലെവൽ ഓഫ് നൈട്രജൻ ഇല്ലാണ്ട് എക്കോസിസ്റ്റംസ് വുഡ് ഫോൾ. വിത്തൗട്ട് ദം ലെവൽ ഓഫ് നൈട്രജൻ എന്നുള്ളത് ഇൻ ദ എക്കോസിസ്റ്റം താഴോട്ട് വരും. ആൻഡ് ദ പ്ലാന്റ് ആൻഡ് അനിമൽ ഗ്രോത്ത് വുഡ് ബി സിവിയർലി ഹാമ്പേർഡ്. അപ്പം ലെവൽ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിൽ അബൻഡൻ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അനിമൽസിനും പ്ലാന്റ് ഗ്രോത്തിനും അത് അഫക്റ്റ് ചെയ്യും. ദ ഓൾഡസ്റ്റ് ഫോസിൽസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ആർ ബാക്ടീരിയ ലൈക്ക് ഓർഗാനിസംസ്. ഇനി യൂകാരിയോട്ട എന്താണെന്ന് നോക്കാം. ഓൾ ഓർഗാനിസംസ് വിത്ത് എ യൂകാരിയോട്ട് സെൽ ടൈപ്പ് ആർ ടേംഡ് യൂകാരിയോട്ട. യൂകാരിയോട്ട് സെൽ ടൈപ്പ് എന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. വിത്ത് സെൽ ന്യൂക്ലിയസ് ആണ് യൂകാരിയോട്ട് സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. Included in this group are the kingdoms Protista, Fungi, Animalia and Plantae ഉള്ളത്. അപ്പോൾ യൂകാരിയോട്ടയിലാണ് പ്രോട്ടിസ്റ്റ, ഫംഗി, അനിമേലിയ ആൻഡ് പ്ലാന്റ്. ഇനി വൈറസസ് എന്ന് പറയുന്നത് ദീസ് ആർ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA or RNA which depend for reproduction on the host cell that they infect. They are not cells but are thought to be parts of genetic code that originated from eukaryote or prokaryote cells. ഇപ്പോൾ ഈ DNA RNAയുടെ ഫ്രാഗ്മെൻറ്റ്സ് ആണല്ലോ ഇത് എന്ന് പറയുന്നത്, വൈറസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സെൽസ് ആയിരിക്കില്ല, പക്ഷേ ജെനറ്റിക് കോഡിൻ്റെ ഒരു പാർട്ടായിരിക്കും. ആൻഡ് വൈറസസ് ലാക്ക് എൻസൈംസ് നെസസറി ഫോർ ജനറേഷൻ ഓഫ് എനർജി. Viruses can be cultured in any synthetic medium and are transmitted from one organism to another by biological vectors only. അപ്പോൾ ഒരു സിന്തറ്റിക് മീഡിയത്തിലാണ് അത് കൾച്ചർ ചെയ്യുന്നത്. ഒരു ഓർഗാനിസത്തിൽ നിന്നും വേറൊരു ഓർഗാനിസത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ബയോളജിക്കൽ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്. ദ വൈറസസ് അറ്റ് ടൈംസ് ആർ മെറ്റബോളിക്കലി ഇനേർട്ട് ആൻഡ് ടെക്നിക്കലി നോൺ ലിവിങ്. ഇപ്പോൾ വൈറസസ് മെറ്റബോളിക്കലി ഇനേർട്ട് ആയിരിക്കും. ഇനേർട്ട് മീൻസ് നോ പവർ ടു മൂവ് ആണ്, മൂവ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവില്ല. ആൻഡ് ടെക്നിക്കലി നോൺ ലിവിങ്, but can cause several diseases in eukaryote organisms. In humans, they can cause smallpox, chickenpox, influenza, shingles, herpes, polio, Ebola, AIDS, rabies, and some types of cancer. അപ്പോൾ ഇത്രയാണ് 4 groups of biological entities. Next, classification. The major groups of organisms എന്ന് പറയുന്നത് plants, animals, fungi, protista, bacteria and viruses. ഇനി lineage system of classification എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് തിങ്സ് ടുഗദർ, ഒരു സർട്ടൈൻ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷനെ നമ്മൾ ടാക്സോണമി എന്ന് പറയും. 2 ബ്രാഞ്ചസ് ഉണ്ട്, നോമൻക്ലേച്ചർ ആൻഡ് സിസ്റ്റമാറ്റിക്സ്. നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന് നെയിമിംഗ് കൊടുക്കുക.
സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ഓഫ് ഓർഗാനിസം ടുഗദർ. 1753 കാൾ ലിനേയസ്, അവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1707, ലൈഫ് ടൈം എന്ന് പറയുന്നത് 1707 to 1778. ഹീസ് എ സ്വീഡിഷ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. ലിനേയസ് ആണ് ഓർഡർ ബേസ്ഡ് സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തത് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ് ഫൗണ്ട് ഓൺ എർത്ത്. ആ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ബൈനോമിയൽ സിസ്റ്റമാണ്. ഫൈനസ്റ്റ് യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഓർഗാനിസത്തിലും ഈ സിസ്റ്റം ബേസ് ചെയ്തിട്ടും യൂണിക് ബൈനോമിയൽ നെയിം വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ ഓർഗാനിസത്തിനും ജനറിക് നെയിം ഉണ്ടാകും, അല്ലെങ്കിൽ ജീനസ് എന്നാണ് പറയുന്നത്. അപ്പർ കേസ് ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് വഴിയിൽ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഫോളോഡ് ബൈ ദ സ്പെസിഫിക് നെയിം. ഫസ്റ്റ് ജനറിക് നെയിം ആയിരിക്കും, പിന്നെ സ്പെസിഫിക് നെയിം ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഷ്യസ് എന്നും പറയും. ജീനസ് എന്ന് പറയുന്നത് അപ്പർ കേസ് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. സ്പീഷ്യസ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ലോവർ കേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ബയോളജിക്കൽ ടേം ഫോർ ഹ്യൂമൻസ് എന്താണെന്ന് നോക്കാം. ഹോമോസാപ്പിയൻ എന്നാണ്. അപ്പോൾ ഇതിൽ ജീനസ് എന്ന് പറയുന്നത് ഹോമോ ആണ്, സ്പീഷ്യസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് അപ്പർ കേസ് ഫസ്റ്റ് ലെറ്റർ ആണ് ജീനസ്, ദാറ്റ് ഈസ് ഹോമോ, ആൻഡ് ലെറ്റേഴ്സ് ലോവർ കേസ് എന്ന് പറയുന്നത് സ്പീഷ്യസ്, ദാറ്റ് ഈസ് സാപ്പിയൻസ്. ദ ടേം ക്യാൻ ബി അബ്രിവേറ്റഡ് ആസ് H.sapiens too. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ്. ഇതിൽ കരോലസ് ആണ്, ദറ്റ് ഈസ് കാൾ ലിനേയസ് ആണ് ഹ്യൂമൻസിനെ അനിമൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, ഹ്യൂമൻസ് along with monkeys and apes belong to taxonomic order Anthropomorpha. അതിന് ലേറ്റർ വന്ന പേരാണ് പ്രൈമേറ്റ്സ്. ലിനേയസ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ഓൾ ഹ്യൂമൻസ് ആസ് ബിലോങ്ങിങ് ടു കോമൺ ജീനസ്, ദാറ്റ് ഈസ് ഹോമോ, ആൻഡ് സ്പീഷ്യസ്, ദാറ്റ് ഈസ് സാപ്പിയൻസ്. ഈ ഫാക്ട് ജസ്റ്റ് ഞാൻ റീഡ് ചെയ്ത് പോവാം. ഇൻ ലേറ്റർ എഡിഷൻസ് ഓഫ് ഹിസ് ബുക്ക് സിസ്റ്റം ആൻഡ് നേച്ചർ, that is, Linnaeus divided humans into 4 main subspecies. ആ 4 മെയിൻ സബ്സ്പീഷ്യസ് ഏതൊക്കെയാണ്? ഹോമോസാപ്പിയൻ അമേരിക്കനസ്, ദാറ്റ് ഈസ് അമേരിക്കൻസ്, അവരൊക്കെ ഹോമോ സാപ്പിയൻസ് അമേരിക്കനസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെയിം, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിം ക്യാരക്ടറിനെ നമ്മൾ ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് ഫോം ചെയ്യുക, അതിനാണല്ലോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹോമോസാപ്പിയൻസ് യൂറോപ്പിയൻസിനെ യൂറോപ്യൻസ്, ഹോമോസാപ്പിയൻ ഏഷ്യാറ്റിക്സ് ഏഷ്യൻസ്, ആൻഡ് ഹോമോസാപ്പിയൻസ് Africans. He, however, did not provide any systematic method for determining these divisions. Besides, he identified 2 other subspecies. ഇത് കൂടാതെ ഹോമോസാപ്പിയൻസ് മോൺസ്ട്രോസസ്, ദാറ്റ് ഈസ് പീപ്പിൾ വിത്ത് ഡിഫോർമിറ്റീസ്, mythological giants, and Hottentots of southern Africa, and Homo sapiens ferox. അപ്പോൾ രണ്ടെണ്ണം Homo sapiens monstrossus, Homo sapiens ferox. Wild children found abandoned in forest. Interestingly, these taxonomic divisions in certain aspects later resembled racial characterization. As he identified the Asian subspecies are melancholy, stiff, and greedy, he chose to describe their European counterparts as gentle, optimistic, and inventive. Therefore, it may be analyzed that Linnaeus' classification of humans was not based on scientific evidence and reflected his own European social prejudices. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ആ ഡിവിഷൻസ് മാത്രം നമ്മൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഇനി മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, ലിനേയസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് as basis, served as the basis for the current classification system. ഇനി മോഡേൺ സിസ്റ്റം എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടാണ്. അത് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. സ്ട്രക്ചറലി ബേസ്ഡ് ഓൺ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ, ദീസ് സിസ്റ്റംസ് ആർ ടാക്സോണമിക് ആൻഡ് ഫിലോജനിക്. Taxonomic means answering structural and physiological connections between organisms. Phylogenic means classification based on genetic connections between organisms. പക്ഷേ modern classification are standardized in a hierarchical system. Other important types of classification എന്ന് പറയുന്നത് artificial classification, natural classification, phylogenetic classification, phenetic classification, and numerical taxonomy. Artificial means usually designed for practical purposes with an emphasis on convenience and simplicity. അപ്പോൾ ഇത് സിമ്പിൾ ആയിരിക്കും, കൺവീനിയൻ്റ് ആയിരിക്കും, പ്രാക്ടിക്കൽ പർപ്പസ് ബേസ് ചെയ്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് ലിനേഴ്സ് ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഫൈലം ക്ലാസിഫിക്കേഷൻ ഫൈലം ഇതിലാണെങ്കിൽ ഫ്രോഗ്, ഡോഗ്, മാൻ എങ്ങനെയായിരിക്കും. കോർഡാറ്റ, കോർഡാറ്റ, കോർഡാറ്റ. സബ് ഫൈലം വെർട്ടിബ്രേറ്റ, വെർട്ടിബ്രേറ്റ, വെർട്ടിബ്രേറ്റ. ഇതൊക്കെ ലിനേഴ്സ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ജസ്റ്റ് ആ ടേബിൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി. നെക്സ്റ്റ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് കൺസിഡേഴ്സ് മോർ എവിഡൻസ് ദാൻ ആർട്ടിഫിഷ്യൽ classification, including internal as well as external features, and tries to use natural relationships between organisms. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ പറയുന്നത് മോർ എവിഡൻറ്റ് ദാൻ ആർട്ടിഫിഷ്യൽ ആണ്, ഇൻക്ലൂഡിങ് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ. ഇനി ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ആൻറ്റി അഗെയിൻസ്റ്റ് ബയോസ് മീൻസ് ലൈഫ് are chemical compounds used to kill or inhibit the growth of infectious organism. അതാണ് നമുക്ക് എന്തെങ്കിലും അസുഖം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത്. ബിക്കോസ് അത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമുക്ക് നമ്മുടെ അകത്ത് ഫോം ചെയ്യും. അതിനകത്തുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഓർഗാനിസത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് penicillin is the most well-known antibiotic and has been used to fight diseases like syphilis, gonorrhea, tetanus, and scarlet fever. In the 19th century, French chemist Louis Pasteur became the maiden observer to discover that certain saprophytic bacteria could kill anthrax bacilli. Next, phylogenetic classification. This system proposes that organisms belonging to the same groups have common ancestors. അപ്പോൾ ഇതിൽ കോമൺ ആൻസിസ്റ്റേഴ്സിനുള്ളവരെ സെയിം ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യിക്കും. The phylogeny means evolutionary history of a group can be shown by means of a family tree. Cladistics, a form of phylogenetic classification, is the most popular method of the classification of organisms. Next is phenetic classification. If there is a little or no fossil evidence, it can be difficult and even controversial to establish evolutionary relationships. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ഫോസിലോ എവിഡൻസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള ജനറേഷൻ റിലേഷൻസ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. Phenetic classification therefore relies solely on observable characteristics, all of which are considered equally important. Phenetic classification it mainly focuses on solely means one and only observed characteristics ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. all of which are considered equally important. എല്ലാത്തിനെയും എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കും. because there is no any little or no fossil evidence ഉണ്ടെങ്കിൽ തന്നെ no fossil evidence ആണെങ്കിൽ it is difficult to establish the evolutionary relationships. സോ അതിന് എല്ലാത്തിനും അവർ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കും, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനും. ദാറ്റ് ഈസ് ഫെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ന്യൂമറിക്കൽ ടാക്സോണമി മീൻസ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടാക്സോണമി. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സോ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് 5 കിങ്ഡംസ് വി വിൽ ടേക്ക് ഇറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ.